എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവണ ഓമക്കായ വെച്ചിട്ടാണ്. ഓമക്കായ എലിശ്ശേരി മത്തങ്ങയെ പോലെ തന്നെയാണ്, മത്തങ്ങയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഓമക്കായ കൊണ്ട് ഉണ്ടാക്കണ എലിശ്ശേരിയും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കുക. നമുക്കിന്ന് എലിശ്ശേരി ഉണ്ടാക്കി നോക്കാം. ഓമക്കായ എലിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓമക്കായ ആദ്യം മുറിച്ചെടുക്കാം. നമ്മുടെ ഓമക്കായൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി കുതിർത്തി വെച്ച മൺപയറാണിത്. ഇതിപ്പോൾ ഇന്നും കുറച്ച് നേരത്തെ മുന്നേ കുതിർത്തി വെച്ചാലും മതി, കുക്കറിലടിക്കുമ്പോൾ വെന്ത് കിട്ടും. ഇത് ഞങ്ങൾ ഇന്നലെ രാത്രി വേഗം വേവാൻ വേണ്ടിയിട്ട് കുതിർത്തി വെച്ചതാണ്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഓമക്കായ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, മൺപയറൊക്കെ കുതിർന്ന കാരണം വേഗം വെന്തിട്ടും ഓമക്കായയ്ക്കും അധികം വേവൊന്നുമില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പാകത്തിന് ഉപ്പ്, ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. എരിശ്ശേരിക്ക് വേണ്ട തേങ്ങ ചതച്ചെടുക്കുക. അതിലേക്ക് ഒരു അരമുറി തേങ്ങയാണിത്, 1/2 ടീസ്പൂണ് നല്ല ജീരകം, ഇതൊന്ന് ചതച്ചെടുക്കുക. എരിശ്ശേരിക്ക് നന്നായി ഇങ്ങനെ പേസ്റ്റ് പോലെ അരിയൊന്നും വേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഓമക്കായയുടെ അളവനുസരിച്ചിട്ട് തേങ്ങയുടെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഓമക്കായ തോനെയാണെങ്കിൽ തേങ്ങയുടെ അളവ് ഇതിലേക്കും കൂടുതൽ അരയ്ക്കതിപ്പോൾ ഓമക്കായ കുറച്ച് എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് അരമുറി തേങ്ങ എടുത്തിട്ടുള്ളൂ. കുക്കറിൻ്റെ വെയിറ്റൊക്കെ കളഞ്ഞതാണ്. തുറന്ന് ഓമക്കായും പയറൊക്കെ കൂടിയിട്ട് നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചതച്ചത് ചേർക്കാം. തേങ്ങക്കൊന്ന് നന്നായി മിക്സ് ചെയ്യാം. വെള്ളമൊന്നും അധികം വേണ്ട, എലിശ്ശേരിയല്ലേ, അപ്പോൾ വെള്ളമൊക്കെ അതിൻ്റെ പാകത്തിനായിട്ടുണ്ട്. ഒന്ന് ചെറിയ ചൂടിലൊന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് താളിച്ചെടുക്കാം. താളിക്കാൻ വേണ്ടി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായി വരട്ടെ. ഇതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് വെക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക്, തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളക്, കറിവേപ്പില, ഇതിലേക്ക് എലിശ്ശേരി ചേർത്തെടുക്കാം.
മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന എരിശ്ശേരിയെ പോലെ തന്നെയാണ് ഓമക്കായയുടെ എരിശ്ശേരിയും. ഓമക്കായ ഒരുപാട് ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക.